ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാളോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ എന്താണ് ആദ്യമായി ഇംഗ്ലീഷിൽ പറയേണ്ടത്, എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടത്, ഇങ്ങനെ ഒരു സംശയം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് പേഴ്സണലായി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്, എന്നെ തെറ്റിദ്ധരിക്കരുത്. അനേകം രാജ്യങ്ങളിലുള്ള നൂറുകണക്കിന് ആളുകളുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരം ഭാഗ്യവശാൽ എനിക്കുണ്ടായി. എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരേ പാറ്റേണിലുള്ളതാണ്, പറയുന്ന ഉത്തരങ്ങളും അതുപോലെ തന്നെ. ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങാൻ യാതൊരു മടിയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് തുറന്നു പറയുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണെന്നാണ്. അതായത് എവിടെ നിന്നുള്ള ആളായാലും ആരായാലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളായിരിക്കും ചോദിക്കുക, പറയുക. നിങ്ങൾ സംശയിക്കരുത്, എന്നെ വിശ്വസിക്കണം. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ അർത്ഥം? എല്ലാവർക്കും അറിയാം. ഹായ്, സുപ്രഭാതം, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഹലോ, ഗുഡ് ഈവനിങ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഗ്രീറ്റ് ചെയ്യാം. നമ്മൾ രാത്രിയാണ് ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോഴല്ല, അവരുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോരുമ്പോഴാണ് ഗുഡ് നൈറ്റ് പറയാറ്. അല്ലെങ്കിൽ നമ്മൾ ഗുഡ് ഈവനിങ് ആണ് പറയുക. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ദെൻ രണ്ടാമതായി ആരും ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ? ഇതാണ് ചോദ്യം. ഓർ എൽസ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? എല്ലാം എങ്ങനെ പോകുന്നു? അപ്പോൾ എന്തായിരിക്കണം നമ്മുടെ ഉത്തരം? ജസ്റ്റ് ഐ ആം ഫൈൻ ഓർ ഐ ആം ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തരുത്. ഐ ആം ഗുഡ്, താങ്ക് യു, ആൻഡ് ഹൗ അബൌട്ട് യു? ഇതായിരിക്കണം നമ്മുടെ ഉത്തരം. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മുടെ ആദ്യത്തെ ഉത്തരത്തിൽ തന്നെ കൃത്യമായി പൊളൈറ്റ്നെസ്സും കൃത്യതയും വ്യക്തതയും വേണം. അപ്പം നമുക്ക് സംഭാഷണം തുടങ്ങുമ്പോൾ തന്നെ മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാൻ കഴിയും. സോ if someone asks you, how are you? Answer should be, I am good, thank you, and how about you? ഇതാണ് ഇംഗ്ലീഷിലെ വെരി ബേസിക് ഇംഗ്ലീഷ് കോൺവെർസേഷണൽ സെന്റൻസ്. ഇത് പഠിച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ ചോദിക്കാനും ഇത് ഈ ചോദ്യത്തിന് ഉത്തരം പറയാനും നിങ്ങൾ പഠിച്ചാൽ ഇംഗ്ലീഷ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നതല്ലേ? ഓക്കെ. ദെൻ അടുത്തതായി മിക്കവാറും ചോദിക്കുക ഇതായിരിക്കും, വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ്? നിങ്ങൾ എവിടെ നിന്നാണ്? ഇതിൻ്റെ ഉത്തരം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതേപോലെ തന്നെയുള്ള വേറൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. വേർ ആർ യു കമ്മിങ് ഫ്രം? വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്നാണ്, അറ്റ് ദ മൊമെന്റ്. പക്ഷേ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് ഏതാണെന്നാണ്, നിങ്ങൾ ഏത് നാട്ടുകാരനാണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് പറയണം? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഐ ആം ഫ്രം കേരള, ഇന്ത്യ. ആദ്യം നമ്മൾ നമ്മുടെ ഹോം ടൗൺ ഓർ സ്റ്റേറ്റ് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രി. പുറത്തു നിന്നുള്ള ആളാണ് ചോദിക്കുന്നത്. ഇനി നമ്മളോട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ, അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ തന്നെ ചോദിക്കുകയാണെങ്കിലും അപ്പം നമ്മൾ നമ്മുടെ ഹോം ടൗൺ മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് പറയാം. അപ്പം അടുത്തതായി വരുന്ന ചോദ്യം നിങ്ങൾ ഊഹിച്ചാൽ മനസ്സിലാവും, അവിടെ എവിടെ നിന്നാണ്? അതായത് ഒരാൾ പറയാണ്, ഐ ആം ഫ്രം ഇന്തോനേഷ്യ. അപ്പം ഇന്തോനേഷ്യയിൽ നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് നമ്മൾ ചോദിക്കും അല്ലേ? അപ്പം അതിങ്ങനെയാണ് ചോദിക്കുക, വിച്ച് പാർട്ട് ഓഫ്
ഇന്തോനേഷ്യ ആർ യു ഫ്രം? അവിടെ ഇന്തോനേഷ്യയിൽ എവിടെ നിന്നാണ്? അപ്പോഴാണ് നമ്മൾ ഹോം ടൗൺ ഞാൻ പറയുമ്പോൾ ഐ എം ഫ്രം കേരള ഇന്ത്യ, അല്ലെങ്കിൽ ഐ എം ഫ്രം ജക്കാർത്ത ഇന്തോനേഷ്യ, അങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യാം. അടുത്ത ചോദ്യം മിക്കവാറും ഇതായിരിക്കും. ഹൗ ഈസ് യുവർ ഡേ ഗോയിങ്? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹൗ ഈസ് യുവർ ഡേ ഗോയിങ്? അതായത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ദിവസം, എങ്ങനെയാണ് നിങ്ങളുടെ ദിവസം എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹൗ വാസ് യുവർ ഡേ? ഇങ്ങനെ ചോദിക്കുക മിക്കവാറും നമ്മൾ വൈകുന്നേരം ഒരാളെ കാണുമ്പോഴായിരിക്കും. ഹൗ വാസ് യുവർ ഡേ? എങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ദിവസം? എങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ദിവസം? ഹൗ ഈസ് യുവർ ഡേ? എങ്ങനെയാണ്. അപ്പം ദിവസത്തിൻ്റെ ഒരു മിഡിലായിട്ട്, ദിവസത്തിൻ്റെ ഇടയിൽ ചോദിക്കുമ്പോൾ ഹൗ ഈസ് യുവർ ഡേ. വൈകുന്നേരമാണ്, ഈവനിങ്ങിലാണ് ചോദിക്കുന്നതെങ്കിൽ ഹൗ വാസ് യുവർ ഡേ. ഹൗ ഈസ് യുവർ ഡേ ക്വസ്റ്റിന് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം? ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നൈസ് ഡേ ഫോർ മീ. നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. ഹൗ വാസ് യുവർ ഡേ? ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക് ഡേ ഫോർ മീ. അപ്പോൾ ആ ചോദ്യത്തിനനുസരിച്ച് ഉത്തരത്തിൽ ഈസ് ആണോ വാസ് ആണോ, ഈ 2 ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ആൻസർ പറയാം, കോൺഫിഡൻ്റ് ആയി ആൻസർ പറയാം. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ഡേ ഫോർ മീ. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. ഇങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു ഡു? നിങ്ങളുടെ ജോലി എന്താണ്? ജോലിയൊന്നും ഇവിടെ മെൻഷൻ ചെയ്ത്, ജോലിയുടെ വാക്കൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാണ്. ജോലി മാത്രമല്ല, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പം മേ ബി ദേ മേ ആസ്ക് വാട്ട് ഡു യു ഡു? ആർ യു എ സ്റ്റുഡൻറ് ഓർ വർക്കിംഗ്? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ അതോ വർക്ക് ചെയ്യുകയാണോ എന്നാണ് ചോദിക്കുക. അപ്പം നമ്മൾ എന്ത് പറയും? ഐ ആം എ സ്റ്റുഡൻറ്. നോ, ഐ വർക്ക്. എന്ത് വേണമെങ്കിലും, എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് പറയാം. ക്വസ്റ്റ്യൻ വാട്ട് ഡു യു ഡു? ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതായും വരുന്നത്. 2 ചോദിച്ചാലും ഒരേ അർത്ഥം തന്നെയാണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്? ഇതിൻ്റെ അർത്ഥവും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ്. ഈ 2 ചോദ്യം ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വരിക. വാട്ട് ഈസ് ദ വെദർ ലൈക്ക് where you live? What is the weather like where you live? അല്ലെങ്കിൽ how is the weather like there in your place? അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം എന്തായാലും നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരു 2-3 കാര്യം ചോദിച്ച് അവസാനം വെറുതെ ചോദിക്കും അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന്. അതാണ് ഇവിടെ. വാട്ട് ഈസ് ദ വെദർ ലൈക്ക് വേർ യു ലിവ്? ആൻസർ എങ്ങനെയായിരിക്കും? ഇറ്റ്സ് റെയിനി സീസൺ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴക്കാലമാണ്. അപ്പം നമുക്ക് പറയാം in my place it's rainy season going on. അല്ലേ? നമുക്ക് 6 മാസം മഴയും 6 മാസം വെയിലുമാണ്. അപ്പം ഇപ്പൊ നമുക്ക് റെയിനി സീസൺ ആണ്, അത് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഇറ്റ്സ് സണ്ണി ഡേ, ഇറ്റ്സ് ക്വയറ്റ് ബ്രൈറ്റ് ഡേ ഫോർ us, ലൈക്ക് ദാറ്റ് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് എ വെദർ ലൈക്ക് വെർ യു ലിവ്? ഇനി അടുത്തത്, വാട്ട് ആർ യുവർ ഹോബീസ്? എന്തായാലും ഒരാൾ നമ്മളെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചിരിക്കുമ്പോൾ അവർ ചോദിക്കും, അല്ലെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബികൾ? അപ്പോൾ മൈ ഹോബീസ് ആർ, നമുക്ക് എന്ത് പറയാം? മൈ ഹോബീസ് ആർ റീഡിങ്, ഗാർഡനിങ്. അങ്ങനെ ഒരു 1-2, ഒന്നിൽ നിർത്തരുത്, ഒരു 2 ഹോബീസ് എങ്കിലും മെൻഷൻ ചെയ്യാം. മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ്
ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുകയും പറയുകയും ചെയ്യുക. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഈ ബേസിക് സെൻറ്റൻസസ് ഇത് പറയുന്ന രീതിയും പറയുന്ന ആ വശവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇനി ആരുടെ മുന്നിലും മടിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഇത് ബൈ ഹാർട്ട് ചെയ്യുക, താറോ ആക്കുക, എന്നിട്ട് സംസാരിച്ചു തുടങ്ങുക. മിററിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ തന്നെ സംസാരിച്ചു തുടങ്ങുക. യാതൊരു വിധത്തിലും ഉള്ള മടിയും ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ട. ഓക്കെ, സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. I hope we'll catch you in the next video. Bye bye. See you.